തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടത് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന, അവരെ മനസ്സിലാക്കുന്ന ജനപ്രതിനിധിയാണ്, അല്ലാതെ താരരാജാക്കന്മാരെ അല്ല. സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാത്ത കുട്ടിയെ നിർബന്ധിച്ച് സ്കൂളിൽ അയക്കുന്നത് പോലെയാണ് സുരേഷ് ഗോപിയെ ലോക്സഭയിലേക്ക് അയച്ചതെന്ന് ചിലപ്പോഴെങ്കിലും തോന്നിപ്പോകും. തെരഞ്ഞെടുപ്പ് ജയിച്ചതു മുതൽ സുരേഷ് ഗോപിയുടെ ഭാഷയും പ്രവർത്തനങ്ങളും ഒരിക്കലും ഒരു നല്ല ജനപ്രതിനിധിക്ക് ചേർന്നതായിരുന്നില്ല. മാധ്യമങ്ങളോട് തട്ടിക്കയറുന്ന, വിമർശനങ്ങളെ അസഹിഷ്ണുത കൊണ്ട് നേരിടുന്ന, പരാതിയുമായി എത്തുന്ന ജനങ്ങളോട് തട്ടിക്കയറുന്ന ഒരു സുരേഷ് ഗോപിയെയാണ് നാം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓട്ടോഗ്രാഫ് വാങ്ങാനായി തന്റെ അടുത്തേക്ക് വരുന്ന ആരാധകരോട് സൂപ്പർ സ്റ്റാറിന് ഒരുപക്ഷെ ഇത്തരത്തിലൊക്കെ പ്രതികരിക്കാം. എന്നാൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട, ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ ഉത്തരവാദിത്വമുള്ള ഒരു ജനപ്രതിനിധിയിൽ നിന്ന് ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. കേരളത്തിലെ 20 ലോക്സഭാ എംപിമാരിൽ സുരേഷ് ഗോപി മാത്രമാണ് ഈ വിധം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. മറ്റേതെങ്കിലും ഒരു എംപിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രവർത്തികളോ സംസാരമോ ഉണ്ടായിട്ടുണ്ടോ?